സ്കാർ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു 8 വയസ്സുള്ള കുട്ടിക്കുള്ള യൂണിഫോം ഷർട്ടാണ്. ഷർട്ടിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ വണ്ണം 22ഉം ഇറക്കം 20 ഇഞ്ചുമാണ് വേണ്ടത്. ശരീരവണ്ണമാണ് 22. അപ്പോൾ അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂടി കൂട്ടി വേണം നമ്മൾ വണ്ണം എടുക്കാൻ. ഇതിൻ്റെ ഇറക്കം 20ൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടി 21.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 21.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ വണ്ണം 22ഉം 10ഉം 32, 32ൻ്റെ 4/1 8 ഇഞ്ച് അടയാളപ്പെടുത്താം. 8 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെയും 21.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്കൊരു ലൈൻ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തണം. കഴുത്തിൻ്റെ ഇറക്കം 2.5 ഇഞ്ച്, അകൽച്ച 2 ഇഞ്ച്. ഇതിൻ്റെ ഷോൾഡർ 11 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ പകുതി 5. നമുക്കിതിൻ്റെ ആം ഹോള് താഴോട്ട് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഉണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഇടവണ്ണം നമ്മൾ 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കഴുത്തൊന്ന് വരച്ചെടുക്കാം. കണ്ടോ, ഒരുപാട് അങ്ങ് വൈഡായിട്ട് വരയ്ക്കരുത്. ഒരു വി പോലെ തന്നെ ഒരു ശകലം ഇങ്ങനെ ഒഴിച്ച് വരയ്ക്കണം. ആം ഹോളി ഒരു ബോക്സ് പോലെ ആക്കിക്കൊണ്ട് നമുക്ക് ആ കോർണറിൽ ടേപ്പ് ചരിച്ച് വെച്ചുകൊണ്ട് 1.25 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ആ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് ഈ ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഇടവണ്ണം 1/2 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്താൻ. കണ്ടോ, 8 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തിയപ്പോൾ അവിടെ 7.5 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് താഴോട്ട് 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് എന്നിട്ട് നമുക്ക് ആ ആം ഹോളിൽ നിന്ന് ഈ ഇടവണ്ണത്തിൽ നിന്ന് താഴോട്ടും ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കണം. 1/2 ഇഞ്ച് മാത്രം ഷേപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ ഒരു 3/4 ഇഞ്ച് ചരിച്ച് വെട്ടണം. അതുകൊണ്ട് ആ മുകളിൽ കുറയരുത്. എന്നിട്ട് സൈഡിലോട്ട് 3/4 ഇഞ്ച് ചരിച്ച് വരച്ച് കൊടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം ഫ്രണ്ടിലെ പീസിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച് വേണം ബാക്കിലെ പീസ് എടുക്കാൻ. 1/2 ഇഞ്ച് ഇങ്ങോട്ട് ഫ്രണ്ട് പീസ് തള്ളി വയ്ക്കണം. വെച്ചുകൊണ്ട് ബാക്കിലെ പീസിന് ഫ്രണ്ട് പീസിനേക്കാൾ 1 ഇഞ്ച് ഇറക്കം കുറച്ച് മതി കേട്ടോ. അപ്പോൾ 21.5 ഇഞ്ച് എടുത്തെങ്കിൽ നമുക്ക് ഇവിടെ 20.5 ഇഞ്ച് ഇറക്കം മതി. ഫ്രണ്ട് പീസിന് നമ്മൾ 21.5 എടുത്തത്, ഇതിന് 20.5 മതി. ഇങ്ങനൊരു ലൈൻ കൊടുത്തിട്ട് അത് കണക്കാക്കി നമ്മൾ താഴ്ഭാഗം ആ പീസിൻ്റെ ചേർത്ത് വെച്ചോണം. മുകളിൽ വേണം, അധികമുള്ളത് കയറ്റി വയ്ക്കേണ്ടത് മുകളിലോട്ട് കയറ്റി വെച്ചോണം. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇതിൻ്റെ എത്രയാണോ 11 ഇഞ്ചല്ലേ ഷോൾഡർ എടുത്തത്, അതുപോലെ അതിൻ്റെ പകുതി 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കണം. ഫ്രണ്ടിലെ ആം ഹോളിനേക്കാൾ സ്വല്പം കയറിയാണ് ബാക്കിലെ ആം ഹോൾ നിൽക്കേണ്ടത്. ബാക്കിയെല്ലാം അതേ അളവിലങ്ങ് കട്ട് ചെയ്തോണം. ഈ താഴ്ഭാഗം ഇറക്കം വ്യത്യാസമാണെങ്കിലും താഴ്ഭാഗം കറക്റ്റ് ചെയ്ത് വേണം വെക്കാൻ. ബാക്കിലെ പീസിൽ നമ്മൾ നെക്ക് വെട്ടണ്ട. അതിന് നമ്മൾ ഷോൾഡർ പ്രത്യേകം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്താണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ടത്. ഇതേ അളവിൽ തന്നെ 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് തള്ളിയിട്ടേക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിലെ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് ഇതാണ്ട 2 സ്ലീവും കൂടെ ഞാൻ ഒന്നിച്ചിട്ടാൻ കട്ട് ചെയ്യുക. 2 പീസ് തുണി ഒന്നുകൂടെ 2ആയിട്ട് മടക്കിയിട്ട് ആം ഹോളിനേക്കാൾ ഒരു 1.5 ഇഞ്ച് ലൂസ് കൂട്ടിയെടുത്താൽ മതി. 1.5 ഇഞ്ച് ലൂസ് ആം ഹോളിനേക്കാൾ എടുത്തിട്ട് ഇതിൻ്റെ കൈയുടെ ഇറക്കം വേണ്ടത് 6 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്ത് 3 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തണം. കണ്ടോ, ആ 3 ഇഞ്ച് കുറച്ച് അടയാളപ്പെടുത്തിയിടത്തോട്ടാണ് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നത്. കൈനീളം 7 ഇഞ്ച്, അതിനേക്കാൾ 3 ഇഞ്ച് കുറച്ച് അപ്പുറത്തെ സൈഡിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് അതങ്ങോട്ട് ഷേപ്പ് ചെയ്തങ്ങ് വരച്ച്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അതാണ് കൈനീളം.
അപ്പോൾ 7 ഇഞ്ച് 1 ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനും കൂടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത് കേട്ടോ. താഴ്ഭാഗത്ത് 1 ഇഞ്ച് മടക്കി തയ്ക്കുന്നതിന് വേണ്ടിയാണ് 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. 6 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇനി അവിടെ നമുക്ക് കൈവണ്ണം എത്രയാണോ വേണ്ടത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മളിങ്ങനെ ചരിച്ചങ്ങ് വെട്ടണം. അപ്പം നമുക്ക് ആം ഹോളുമായി. ഇനി നമുക്കിതിന് വെക്കുന്നതിന് വേണ്ടി ഷോൾഡർ കട്ട് ചെയ്യണം. അപ്പോൾ ഈ 11 ഇഞ്ച് തന്നെ നീളത്തിൽ തുണി എടുത്തിട്ട് ഇങ്ങനെ 2 പീസ് തുണി എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. 11 ഇഞ്ച് വണ്ണം. ആ 11ൻ്റെ പകുതി 5.5 ആകുന്നതിന് വേണ്ടി ഇങ്ങനെ രണ്ടായിട്ട് മടക്കുന്നത് കണ്ടോ. ഇതിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ്. വേണ്ട 3 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ആ തുണി നേരെ ഇങ്ങ് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്താണ് നെക്ക് വെട്ടേണ്ടത്. ഇതിൻ്റെ നെക്കിൻ്റെ ഇറക്കം 1 ഇഞ്ച് അകൽച്ച മറ്റേതിനെടുത്തതുപോലെ തന്നെ 2 ഇഞ്ച് അകൽച്ച. ഷോൾഡറും അതുപോലെ തന്നെയാണ്. ആ സൈഡിൽ 3/4 ഇഞ്ച് മറ്റേതിന് നമ്മൾ ചരിച്ച് വെട്ടിയതുപോലെ തന്നെ 3/4 ഇഞ്ച് ഇതിനും ചരിച്ച് വെട്ടണം കണ്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ കഴുത്തൊന്ന് വരച്ചുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കോളറാണ് കട്ട് ചെയ്ത് നല്ല മഴയുണ്ട്, അതാ സൗണ്ട് കേട്ടത്. അപ്പം രണ്ട് പീസ് ക്യാൻവാസ് നമ്മൾ എടുത്തിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ നെക്കിന് എത്ര ഇഞ്ച് അളവുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. വേണ്ട ഫ്രണ്ടിലേക്ക് 7 ഇഞ്ചും 3.5 വെച്ചാൽ അപ്പോൾ 2 പീസാകുമ്പോൾ 7 ഇഞ്ച് ഉണ്ടോ. ഇതിലേക്ക് ഉണ്ടോ 2.5 ഉണ്ടോ 7 ഇഞ്ചും 12 ഇഞ്ചുണ്ട്. ആ 12നേക്കാൾ 1 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ക്യാൻവാസിനകത്ത് കട്ട് ചെയ്യേണ്ടത്. കോളർ കട്ട് ചെയ്യുമ്പം 1 ഇഞ്ച് കുറച്ച് കട്ട് ചെയ്യണം ഇതിൽ. അപ്പോൾ 11 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്താൽ മതി. അതിൻ്റെ 11ൻ്റെ പകുതി 5.5 ഇഞ്ച്. ആ മുകളിലോട്ട് മാറ്റി 1 ഇഞ്ച് കൂടി 1/2 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി 6 ഇഞ്ച് ഉണ്ടോ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കണം. വരച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ വീതി 2 ഇഞ്ച് മതി. 2 ഇഞ്ച് വീതി മതി. എന്നിട്ട് ഇതേവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത പീസ് 1 ഇഞ്ച് വീതിയിൽ ഇതിനേക്കാൾ 1 ഇഞ്ച് നീളം കൂട്ടിയെടുക്കണം കേട്ടോ. അതിനേക്കാൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മുമ്പോട്ട് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. അപ്പോൾ 12 ഇഞ്ച് കഴുത്ത് നമുക്ക് കിട്ടും കണ്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇങ്ങനെ ഒന്ന് ചരിച്ച് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം. അതുകൊണ്ട് ഈ ഭാഗമാണ് കർവ് ചെയ്യുക, നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, എല്ലാ അങ്ങനെ നമ്മുടെ